വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആ വെളിപ്പാട് ലഭിച്ചവർ. ഇതിനെ പോൾ എങ്ങനെയാണ്, പൗലോസ് എന്തുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ എനിക്കെതിരെയുള്ള കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞെന്ന് പോൾ എങ്ങനെയാണ് എഴുതിയത്? ദാറ്റ് ഈസ് റെവലേഷൻ. അത് വെളിപ്പാടാണ്, ഇല്ലേ? am I right? അത് ചരിത്ര യാഥാർത്ഥ്യമല്ല. ചരിത്രത്തിനപ്പുറത്ത് എനിക്ക് കാണാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് പോൾ എഴുതുന്നത്. ഐ ട്രൂലി ബിലീവ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. അതിനപ്പുറത്തേക്ക് എനിക്ക് കയറി പോകേണ്ട കാര്യമില്ല. ബിക്കോസ് കാൽവറി ക്രൂശിൽ കിടക്കുന്ന യേശു എൻ്റെ പാപങ്ങൾക്ക് പകരമായി ആണ് മരിച്ചത് എന്നുള്ളത് ചരിത്രത്തിനപ്പുറത്തെ യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിലെ യാഥാർത്ഥ്യത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുന്ന ഒരു സാധാരണക്കാരനെ പോലെ ഉള്ളൂ യേശുവിൻ്റെ മരണം. എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, എന്നാൽ എക്സ്പീരിയൻസ് മാറ്റി നിർത്താൻ ഇത് ഞാൻ യേശുവിനെ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്. യേശു എന്നോട് സംസാരിക്കുന്നു. എനിക്ക് യേശു ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് യേശു ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ തമ്പേറടിച്ച് പാട്ട് പാടി ഒരു പ്രത്യേകിച്ച് അന്തരീക്ഷമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ആളാണ്. അതിന് പ്രത്യേകിച്ച് അന്തരീക്ഷമൊന്നും എനിക്ക് വേണ്ട. ഐ എൻജോയ് മൈ ജീസസ്. ഐ ടോക്ക് ടു ഹിം. ഐ എം വാക്കിംഗ് വിത്ത് ഹിം. ദാറ്റ് ഇസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ എക്സ്പീരിയൻസിന് എതിരൊന്നുമല്ല. എക്സ്പീരിയൻസ് അല്ല. നമ്മൾ ഈ വചനം അക്ഷരമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. വചനം ആത്മാവാണ്. ആ വചനം നമ്മളെ യേശുവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്, യേശുവുമായിട്ട് യോജിപ്പിക്കുന്നതാണ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ജീവിക്കുകയാണ്. എങ്ങനെ? ഇതിൽ നിന്ന് വിരുദ്ധമല്ല. ഈ 66 പുസ്തകത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഇന്ന് വരെ പരിശുദ്ധാത്മാവ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ 66 പുസ്തകത്തിൽ കാണാത്ത ഒരു വെളിപ്പാടും എനിക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടിയ പുതിയ വെളിപ്പാടാണെന്ന് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കത്തുമില്ല. ഞാൻ ചോദിക്കുന്നത്, വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൽ നിന്ന് വിരുദ്ധമായിട്ടൊരു കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. അത് ഞാൻ പറഞ്ഞാലും വിശ്വസിക്കരുത്. വചനത്തിൽ നിന്ന് വിരുദ്ധമായൊരു കാര്യം ഞാൻ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വസിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഭൂമിയിൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം അത് ഈ പുസ്തകമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നത് ഈ പുസ്തകമാണ്. ഇതിനപ്പുറത്തായിട്ട് യാതൊരു കാര്യങ്ങളുമില്ല. പക്ഷേ ഇത് അക്ഷരമായിട്ട് ആളുകളുടെ കയ്യിലിരുന്നിട്ടോ, ഇത് അക്ഷരമായിട്ട് വായിച്ചു പഠിച്ചത് കൊണ്ടോ, ഇതിൽ നിന്നൊരു ഫിലോസഫി ഉണ്ടാക്കുന്നത് കൊണ്ടോ, ഇതിൽ നിന്നൊരു തിയോളജി ഉണ്ടാക്കുന്നത് കൊണ്ടോ, ഇതറിയാൻ വയ്യാഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്താ ഞാൻ മാറ്റി, അല്ലെങ്കിൽ എന്താ ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടോ പറയുന്നതല്ല. എനിക്ക് ഐ നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഇതിൽ നിന്ന് തിയോളജി ഉണ്ടാക്കിയ ആളുകൾ, യേശുവിനെ അനുഭവിക്കാത്ത ഒത്തിരി പേരെ എനിക്കറിയാം. ഇത് തിയോളജി ഉണ്ടാക്കിയ ആളുകൾ. ഞാനൊരിക്കലും എൻ്റെ ഒരു ഫ്രണ്ട്, അയാൾ PhD ചെയ്യുന്ന സമയത്ത് അയാളുടെ ഗൈഡ്, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ PhD ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ അയാളുടെ പുസ്തകങ്ങൾ ഞാൻ പലത് വായിച്ചിട്ടുണ്ട്. ഇവിടുത്തുകാരനല്ല, ബ്രിട്ടീഷുകാരനാണ്. എന്നാൽ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അയാളുടെ ഫെയ്ത്ത്? ഏത്? തിയോളജിയിൽ PhD ചെയ്യുന്ന ആളിന് ഗൈഡ് ചെയ്യുന്ന മറ്റൊരു PhD-കാരനാണ്. ഇന്ന് ലോകത്തിൽ ഏൻഷ്യൻ ലാംഗ്വേജസിലെ അയാളെ പോലൊരു സ്കോളർ ലോകത്തിലില്ല. I was just asking my friend, what is his faith? You know what he said? He is an agnostic. അയാളുടെ ഫെയ്ത്ത് എന്താണ്? സിൻസിയറായിട്ട് ചോദിച്ചാൽ പറയാം, അയാളൊരു അജ്ഞേയവാദിയാണ്. അയാൾ പറയുന്നത് ദൈവം ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും, അതെനിക്ക് വിഷയമല്ലെന്നാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെയാണ് നമുക്കുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ റിലേഷന് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ കാലയളവിൽ സഭ ഇതുപോലെ നശിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? വി ഹാവ് നോ റിലേഷൻ വിത്ത് ജീസസ്. യേശു എന്നെ നിയന്ത്രിക്കുന്നില്ല. യേശു ഞാനുമായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. ഓരോ നിമിഷങ്ങളിലും, ഓരോ ഇടപെടലുകളിലും, ഓരോ ചുവടുകളിലും എന്നെ നിയന്ത്രിക്കുന്ന യേശുവിനെ ഞാൻ അനുഭവിച്ചറിയുന്നില്ല. നമ്മുടെ സഭകളിൽ യേശുവിനെ അനുഭവിക്കുന്ന എത്ര പിള്ളേരുണ്ട്, എത്ര വലിയവരുണ്ട്. യേശു ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന യേശുവിൻ്റെ വാക്കുകൾ മാത്രം കേട്ട് ജീവിക്കുന്ന എത്ര പാസ്റ്റർമാരുണ്ട്. ഞാൻ അടച്ചാക്ഷേപിക്കൊന്നുമല്ല, ഇവിടുത്തെ പ്രശ്നം അതാണ്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു നമ്മുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ. റൈറ്റ്? നമ്മുടെ പിതാക്കന്മാർ, നമ്മൾ പറയുന്ന വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതായ ആളുകൾ, they were hearing the voice of God. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവരാണ്. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ചവരാണ്. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മാത്രം പ്രവർത്തിച്ചവരാണ്. 37 years of my experience with Jesus. എനിക്ക് ആകെപ്പാടെയുള്ള ഒറ്റ ഒരു അഭിമാനം, I was always obedient to my heavenly call. എന്നോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. കർത്താവ് സംസാരിച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതേ ഉള്ളൂ എനിക്ക് ആകെയുള്ള അഭിമാനം എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. കർത്താവ് പറഞ്ഞ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിൽ അത് തയ്യാറായിട്ടുമുണ്ട്. റിസ്ക് എടുത്തിട്ടുണ്ട്. റിസ്ക് എന്ന് മറ്റുള്ളവർ പറയുന്നത് എനിക്കൊരിക്കലും റിസ്ക് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ചില ആളുകൾ ചോദിക്കും, എങ്ങനെയാണ് ബ്രദറെ അങ്ങനെ ദൈവശബ്ദം കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ കാണിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോദ്യങ്ങളേ ഇല്ല. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോദ്യങ്ങളില്ല. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ചിന്തയില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് എനിക്ക് അഷ്വറൻസ്, എനിക്ക് ഉറപ്പുണ്ട്. അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അത് തിരിച്ചറിയുന്നു. I hear the voice of my Jesus and I recognize the voice. അവൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് തിരിച്ചറിയാന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അല്ലാതെ
നമ്മൾ ആടുകൾ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഞാനൊരു ആടിനെ വിളിച്ചു, അതിൻ്റെ പേര് അമ്മണിക്കുട്ടി എന്നായിരുന്നു. ഞാൻ പിറ്റേ ദിവസം തൊട്ട് അതിനെ വിളിച്ചിട്ട് മേരിക്കുട്ടി എന്ന് വിളിക്കാൻ തുടങ്ങിയ ഉടനെ ഒന്നും ആട് ഓടി വരത്തൊന്നുമില്ല. കാര്യം ഇത്രയും നാളത് കേട്ട ശബ്ദം എന്തുവാ? അമ്മണി അമ്മണി എന്ന് കേട്ടിട്ട് പിറ്റേ ദിവസം മേരി മേരി എന്ന് വിളിച്ചാൽ ഒന്നും അത് ഓടി വരത്തില്ല. പിന്നെ എപ്പോഴാണ് ഓടി വരുന്നത്? മേരി എന്ന് വിളിച്ച് അതിനെ തലോടുകയും, മേരി എന്ന് വിളിച്ച് അതിന് വെള്ളം കൊടുക്കുകയും, മേരി എന്ന് വിളിച്ച് അതിനെ പുല്ല് കൊടുക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാക്കുന്നതാണ്, എൻ്റെ ഇടയൻ എന്നെ വിളിക്കുന്നത് മേരി എന്നാണ്. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. അതാണ് വാസ്തവത്തിൽ അവൻ ഇടയനും നമ്മൾ ആടുകളും എന്ന് പറയുമ്പോൾ ആ ശബ്ദം നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ടാകണം. അതിനെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. അത് ഒരാളുടെ അനുഭവമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല. നിങ്ങളൊന്നും പറയണ്ടെന്നേ, അനുഭവിക്കുന്നവരെങ്കിലും അനുഭവിക്കട്ടെ, ഇല്ലേ? ഫിലോസഫി എന്നുള്ളതിനപ്പുറത്താണ് വാസ്തവത്തിൽ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഇല്ലാതെ യേശു എൻ്റെ ആത്മമണവാളനാണെന്നുള്ളത് എൻ്റെ ആത്മലോകത്തിലെ യാഥാർത്ഥ്യമാണ്. ഞാൻ യേശുവിനെ കല്യാണം കഴിക്കുന്നത് ഭൂമി നടന്ന കാര്യമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃശ്യലോകത്തിൽ നടന്നൊരു കാര്യമല്ല. പക്ഷേ എനിക്കറിയാം, ഈസ് മൈ ബ്രൈഡ് ഗ്രൂം, ഐ എക്സ്പീരിയൻസ് ഹിം. അതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ മാനസാനോട് ചോദിക്കുകയായിരുന്നു. അദ്ദേഹം ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനത് ചോദിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് വല്ല കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ? കാര്യം കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്, ഐ ട്രൂലി ബിലീവ് ദിസ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. ആൻഡ് എൻ്റെ അടിസ്ഥാനം എക്സ്പീരിയൻസ് അല്ല. എൻ്റെ അടിസ്ഥാനം എന്തു തന്നെയാണ്? ഈ വചനമാണ്. ഈ വചനത്തിൽ അധിഷ്ഠിതമായ അനുഭവത്തിന് മാത്രമേ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. എനിക്ക് അല്ലാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് തൻ്റെ അടുത്തോടു കൂടെ പറയുന്നത്. പക്ഷേ എനിക്ക് അഷ്വറൻസ് ഉണ്ട്. ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് നാളെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്ന വേറെ രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് അപ് ടു യു. പക്ഷേ റിലേഷൻ വേണം എന്ന് ഞാൻ പറയും. തീർച്ചയായും നിങ്ങൾക്ക് റിലേഷൻ വേണം. ക്രിസ്തു നിങ്ങളുടെ ആത്മമണവാളനായിരിക്കണം. അവനൊരു യാഥാർത്ഥ്യമായിരിക്കണം. യേശു ഒരു യാഥാർത്ഥ്യമായിരിക്കണം. ഇന്ന് സഭകളിൽ 90% ആളുകൾക്കും യേശു ഒരു യാഥാർത്ഥ്യമല്ല, പ്രത്യുത ഒരു ആശയമാണ്. ജീസസ് ഈസ് ആൻ ഐഡിയ. ഹി ഈസ് നോ മോർ എ പേഴ്സൺ ഹൂ ഈസ് ഡീലിംഗ് വിത്ത് പീപ്പിൾ. അങ്ങനെ ഒരു ഡീലിംഗ്. അതുകൊണ്ടാണ് എന്ത് കാണിച്ചിട്ടും നമ്മൾ പലപ്പോഴും പറയുമല്ലോ, ഉപദേശ പ്രമാണത്തിൻ്റെ കാര്യമൊക്കെ പറയുമല്ലോ. ഉപദേശ പ്രമാണം നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഉപദേശ പ്രമാണത്തിന് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ റിലേഷൻ വിത്ത് ജീസസ് ആണ് പ്രാധാന്യം അർഹിക്കുന്നത്. പക്ഷേ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം. ഇറ്റ്സ് എ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു ഇന്നർ മൈൻഡിലുണ്ടാകുന്ന ആത്മാവിൻ്റെ ലോകത്തിലേക്ക് കയറുന്ന ഈ വാക്കുകൾക്കെല്ലാം ഒത്തിരി പ്രശ്നമുണ്ട്. കാര്യം നമ്മളിന്ന് കേൾക്കുന്ന വാക്കുകളെല്ലാം വേറെയാണ്. ആത്മമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പ്രവാചകന്മാരുണ്ട്. എല്ലാവരും വന്നിട്ട് നമ്മൾ ആത്മമണ്ഡലത്തിലേക്ക് കയറുകയാണെന്ന് പറഞ്ഞ് അതും ഇതും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആത്മമണ്ഡലത്തിൽ കയറി കഴിഞ്ഞാൽ വിവരക്കേടെ പറയത്തുള്ളൂ. കാര്യം ആത്മമണ്ഡലത്തിലേക്ക് കയറി ഞാൻ അത് കാഴ്ച കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു. കാഴ്ച കണ്ടിട്ട് വീട്ടിൽ ഇരുന്നാൽ മതി. അതൊന്നും എന്ത് ചെയ്യാൻ എങ്ങോട്ട് വരണ്ട, അതും കൊണ്ടൊന്നും പഠിപ്പിക്കാനൊന്നും വരണ്ട. അത് വേദപുസ്തകത്തിന്, അതായത് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ജ്ഞാനമായിട്ടോ വെളിപ്പാടായിട്ടോ ഉപദേശമായിട്ടോ പ്രവചനമായിട്ടോ നിങ്ങളുടെ അടുക്കൽ വരാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ജ്ഞാനവും വെളിപ്പാടും, ഉപദേശവും പ്രവചനവും. ജ്ഞാനത്തിൽ നിന്നാണ് ഉപദേശം ഉണ്ടാകുന്നത്, വെളിപ്പാടിൽ നിന്നാണ് പ്രവചനം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ജ്ഞാനത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഉപദേശം ഉണ്ടാകുന്നത്. ജ്ഞാനത്തിൽ നിന്നേ ഉപദേശം ഉണ്ടാകാം. വെളിപ്പാടിൽ നിന്നാണ് പ്രവചനം ഉണ്ടാകുന്നത്. വെളിപ്പാടിൽ നിന്നേ പ്രവചനം ഉണ്ടാകത്തുള്ളൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ സ്നാനത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറയുന്ന പേരിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വെളിപ്പാടിൽ നിന്ന് എഴുതിയൊന്നുമല്ല, അത് ജ്ഞാനത്തിൽ നിന്ന് എഴുതിയതാണ്. എന്ത് ജ്ഞാനത്തിൽ? വേദപുസ്തകത്തിലെ ജ്ഞാനം തന്നെയാണ്, അല്ലാതെ ഞാൻ മറ്റു പുസ്തകങ്ങളിൽ നിന്നൊന്നും എഴുതിയതല്ല. വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നത് അത് ജ്ഞാനത്തിൽ നിന്നാണെന്ന് പറയാൻ കാര്യം എന്താണ്? ആർക്കും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അല്ലാതെ എനിക്കൊരു വെളിപ്പാടുണ്ടായി സ്നാനം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് വീട്ടിൽ വെച്ചാൽ മതി എന്ന് ഞാൻ പറയും. കാര്യം ഉപദേശം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ജ്ഞാനത്തിൽ നിന്ന്. അത് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കണം. ഉപദേശം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമാതിരി നിലയിൽ പഠിച്ചാൽ അതാണ് ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. ജ്ഞാനം എപ്പോഴും പഠനത്തിൽ നിന്നാണല്ലോ ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ ഏതൊരാൾക്കും സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ജ്ഞാനം. അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഉപദേശമുണ്ടാകുന്നത്. പക്ഷേ വെളിപ്പാടതല്ല. വെളിപ്പാടെന്ന് പറയുന്നത്, വെളിപ്പാടിൽ നിന്ന് പ്രവചനം ഉണ്ടാകുന്ന പറയുമ്പോഴത്തേക്ക് ഒരു പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഇരിക്കുന്ന ആളിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്നോട് ഈജിപ്തിൽ പോകാനായിട്ട് പറഞ്ഞു. ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഫ്ലൈറ്റ് കയറി ഈജിപ്തിൽ പോയി. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, ബ്രദറെ വേദപുസ്തകത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈജിപ്തിൽ പോകണമെന്ന്?
നമ്മൾ ഈജിപ്തിൽ പോകണമെന്ന് വേദപുസ്തകത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയും? ഞാൻ ആകപ്പാടെ വിഷമിച്ചു. എനിക്കിപ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് എനിക്കതിന് അവിടെ എന്താണ് അത്? ഞാൻ ഉപദേശമല്ലല്ലോ. എനിക്ക് ഈജിപ്തിൽ പോകാൻ കർത്താവിനോട് പറഞ്ഞു, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഈജിപ്തിൽ പോകണം എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഈജിപ്തിൽ പോകാൻ എന്നോട് കർത്താവ് പറഞ്ഞാൽ ഞാൻ പൊക്കോണം. അതുകൊണ്ട് എല്ലാവരെയും വലിച്ചു പോക്കിക്കൊണ്ട് ഈജിപ്തിൽ പോകാൻ അവകാശമൊന്നുമില്ല എനിക്ക്. അതാണ് ഉപദേശത്തിൻ്റെ പ്രശ്നം. കാര്യം ഉപദേശം എന്ന് പറയുന്നത് എല്ലാവരും അനുസരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും അനുസരിക്കേണ്ട കാര്യം ആണ് ഉപദേശമെങ്കിൽ ആ ഉപദേശം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം? വേദപുസ്തകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ലോകജ്ഞാനമല്ല, വേദപുസ്തകത്തിൻ്റെ ജ്ഞാനം. അപ്പോൾ ഈ ഉറപ്പ്, അഷ്വറൻസ് എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനമുണ്ടാകുമ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഉറപ്പ് എനിക്കുണ്ടാകുന്നത്. നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുന്നത് നമുക്കറിയാമല്ലോ. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്താണ് നിങ്ങളെ അവൻ വിളിച്ചപ്പോൾ ഉണ്ടാകുന്ന വിളിയുടെ ആശ ഇന്നതെന്നും വിശ്വസിക്കുന്നവർക്ക് കൂടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമായ പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളെ ദൈവം വിളിച്ച വിളിയുടെ ആശ ഇന്നതെന്ന് അറിയുന്നതിന് നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ കിട്ടണം. ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ വേണം, പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ വേണം. എന്താ ഇതിൻ്റെ ഡിഫറൻസ്? ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്. അത് പഠനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിന് റീസൺ വേണമെങ്കിൽ ചോദിക്കാം. റീസൺ എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക് റീസൺ അല്ല, വേദപുസ്തകപരമായ റീസൺ ചോദിക്കാം. ബൈബിളിൽ എന്താണ് ഇതിൻ്റെ തെളിവ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്. ജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഉപദേശത്തിൻ്റെ കാര്യത്തിൽ അത് എന്താണ് വേദപുസ്തകത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനം. പക്ഷേ പരിജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്ക് ജ്ഞാനത്തിനപ്പുറത്തുള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് നോളജാണ്. അത് ഭയങ്കര അപകടമാണ്. കാര്യം ഇൻറ്റ്യൂട്ടീവ് നോളജിൻ്റെ പേര് പറഞ്ഞാണ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ നോസ്റ്റിക്സുകളും മറ്റുള്ള ആളുകളും വന്നിട്ട് ആവശ്യമില്ലാത്ത ഉപദേശങ്ങളെല്ലാം സഭയിൽ കലർത്തിയത്. എന്നാൽ ഈ ഇൻറ്റ്യൂട്ടീവ് നോളജിനെ പൗലോസ് എതിർക്കുകയല്ല. ഇൻറ്റ്യൂട്ടീവ് നോളജിനെ അല്ലെങ്കിൽ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിനപ്പുറത്ത് ഇൻറ്റ്യൂഷനിൽ നിന്ന് ദൈവാത്മാവുമായുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന വെളിപ്പാടിൻ്റെ എന്നുള്ള അർത്ഥം ചിന്തിച്ചാൽ മതി. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും, പരിജ്ഞാനത്തിന് പറയുന്നത് വെളിപ്പാടിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവാണ് വാസ്തവത്തിൽ പരിജ്ഞാനം എന്ന് പറയുന്നത്.